ഗൈസ്, ഇന്നലെ മിഷൻ ഇമ്പോസിബിൾ ദ ഫൈനൽ റെക്കനിങ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു. വൺ ലാസ്റ്റ് ടൈം എന്നൊക്കെയാണ് പറഞ്ഞിറക്കിയത്. കുറേ പേരൊക്കെ കിണ്ണൻ, ഫെയർവെൽ, പൊളി പടം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ കുറച്ച് കമ്പനിക്കാരൊക്കെ പോരാ, എത്തിയിട്ടില്ല, വിചാരിച്ചൊരു സാധനവും ഇല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഇന്നലെയാണ് സിനിമ കണ്ടത്. വീഡിയോ ഇടാൻ വൈകി, സിനിമ കാണാനും വൈകി. ശരിയാണ്, എനിക്ക് കാര്യമായിട്ടൊന്നും തോന്നിയില്ല. ഞാൻ ഒറ്റയ്ക്ക് പോയിരുന്നെങ്കിൽ ഞാൻ ഇരുന്ന് ഉറങ്ങിയേനെ. രണ്ട് കൂട്ടുകാരായിട്ട് പടം കാണാൻ പോയതുകൊണ്ട് കുറേ കോഞ്ഞയൊക്കെ അടിച്ചിരുന്ന് ചിരിച്ചെന്ന് പറയാം. അല്ലാതെ നോക്കുമ്പോൾ ഒരു മിഷൻ ഇമ്പോസിബിൾ സിനിമയ്ക്ക് വേണ്ട ആക്ഷൻ സീക്വൻസോ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ്സോ വെടിവെപ്പോ ഓട്ടോ ചാട്ടോ, ഓട്ടം കുറേ ഉണ്ട് കേട്ടോ. പക്ഷേ ആക്ഷൻ സീക്വൻസസിൻ്റെ പഞ്ഞം കാരണം എനിക്ക് ഈ സിനിമ ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ബാക്കിയുള്ള സിനിമയൊക്കെ ഇപ്പോൾ ഡെഡ് റെക്കനിങ് എന്ന് പറഞ്ഞ സിനിമയാണ് ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കാണുന്ന ഒരു മിഷൻ ഇമ്പോസിബിൾ പടം. മുമ്പത്തെ പടങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഒന്നും അങ്ങനെ തലയിലില്ല. ഞാൻ ഡെഡ് റെക്കനിങ് കാണുന്നതിന് മുമ്പാണ് എല്ലാം ഒന്ന് കണ്ടിട്ട് ഒന്ന് പോയത്. അപ്പോൾ ബുർജ് ഖലീഫൊക്കെ വരുന്ന സിനിമയുടെ ഏതാണ് പാട്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ആ പടം കിടിലനായിരുന്നു. മറ്റേ ക്ലിഫിലെ ജംപ് സീക്വൻസ് കിടിലനായിരുന്നു ഡെഡ് റെക്കനിങ്ങിലെ. ഇതിലെ എയർക്രാഫ്റ്റ് സീനൊക്കെ പുള്ളി ചെയ്ത് തന്നെയാണെന്നാണ് ഞാൻ കേട്ടത്. ബട്ട് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, എൻഗേജ് ആയിട്ട് ഇരുത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഒപ്പീനിയനാണ് എനിക്കുള്ളത്. ബാക്കിയുള്ളവർക്കൊക്കെ സിനിമ കണ്ടിട്ട് തീരുമാനിക്കാം. എന്നെ സംബന്ധിച്ച് ഈ സിനിമ ഒട്ടും പറ്റാത്തൊരു പടമായിരുന്നു. മിഷൻ ഇമ്പോസിബിൾ ആ ഒരു ഫ്രാഞ്ചൈസിലെ ഒരു വീക്കസ്റ്റ് പടം. 7th ഇൻസ്റ്റാൾമെൻ്റ് എന്തോ ആണിത്. ഫൈനലാണെന്നാണ് കേട്ടത്. എനിക്ക് അറിഞ്ഞുകൂടെ. അവസാനമൊക്കെ അപ്പം മതി, കളഞ്ഞിട്ട് പോടേ എന്ന് ആയിപ്പോയി. ആ ഒരവസ്ഥയായിരുന്നു സിനിമ. So, bye-bye.